നമ്മുടെ നാട്ടിലെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യാത്ര അതിപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറയാമല്ലോ, എനിക്കറിയില്ല ഇതെങ്ങോട്ടാണ്. നമ്മൾ വനത്തിൽ കൂടെ അങ്ങ് പോവാണ്. ഇതിപ്പോൾ വെറും വനമാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും എങ്ങനെ പറയേണ്ടത്, എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? കുന്നും മലകളും താണ്ടി ഒരു പോക്ക്. നിങ്ങൾ ഈ തിന്നിട്ട് എല്ലേ കുത്തുക അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം കാണിക്കാൻ പോകുന്നതാണ് ആ ഒരു സംഭവം. ദൈവമേ, തിരിച്ചിറങ്ങുമ്പോൾ ഇരുട്ടായി നമ്മൾ തെണ്ടും കേട്ടോ. കോട്ട പോലും കയ്യില്ലേ ചേച്ചി. ശ്രദ്ധിച്ച് കേട്ടാ ചീവിടിനേക്കാൾ ഒച്ചയിൽ വീഡിയോ എടുക്കുന്ന ജസ്റ്റ് അണയ്ക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അമ്മാതിരി കുത്ത് കയറ്റമാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയറ്റത്തിന് വരും അല്ലെ ശബരിമലയ്ക്കോ അല്ലെ മലയാറ്റൂർക്കോ പോയിരുന്നെങ്കിൽ പുണ്യമെങ്കിലും കിട്ടിയിരുന്നെന്ന് ഞാൻ ഓർത്തു. നീയൊക്കെ എന്തിനാടാ വിഷമിച്ച് ഈ കുന്ന് കയറാൻ പോകുന്നേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചുമ്മാ ഒരു രസം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, ഈ തിന്നിട്ടെല്ലേ കയറുക എന്ന് വേണേ അങ്ങനെയും പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് മുഴുവിപ്പിച്ചില്ല. കൊച്ചു ഫ്രണ്ടിൽ പോയെ ഞാൻ പറഞ്ഞു വന്ന വല്ല കാട്ടുമൃഗങ്ങളും വല്ലതും വന്ന, മൃഗങ്ങളൊക്കെ ഉള്ള വനമാണ്, വല്ലതും വന്ന ഞാൻ ഓടത്തൊന്നുമില്ല. വെറുതെ എന്തിനാ ഓടുന്നേ, അവരോട് എന്നെ അങ്ങ് തിന്നോളാൻ പറയാമെന്ന് പറഞ്ഞാൽ ഞാനും ജസ്റ്റിയൊക്കെ ആകുമ്പോൾ അതുങ്ങൾക്ക് ഒരാഴ്ച തിന്നാനുള്ളത് കാണുകയും ചെയ്യുമല്ലേ ശരീരത്ത്. എൻ്റെ മമ്മിയുടെ ഭാഷയിൽ പറഞ്ഞാലേ ഈ നാട്ടിൽ വരെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സമയത്ത് രണ്ടെണ്ണങ്ങൾ പോയേക്കോ കാട്ടിലോട്ട്. ഇതിനാണോ പച്ചമലയാളത്തിൽ ഈ കുന്തളിപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതും എനിക്കറിയത്തില്ല. വേണേൽ അങ്ങനെയും പറയാം കേട്ടോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊക്കെ തമാശ കേട്ടോ. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്തിനാ പോയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പോയ സ്ഥലം ഉണ്ടല്ലോ, പീരുമേടിനടുത്തുള്ളൊരു സ്ഥലമാണ്, ഒരു വനത്തിൽ. അവിടെ 2 ബ്രദർമാർ പ്രാർത്ഥിച്ച് ധ്യാനത്തിലിരിപ്പുണ്ട്. അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇതാണ് അവരുടെ ആശ്രമം എന്നൊക്കെ പറയാവോ എന്ന് എനിക്കറിയില്ല. അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഒരു കുഞ്ഞു കുടില് എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാളും വലിയൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഒരു സൗകര്യം ശരിക്കും ഒരു ഒത്ത വനത്തിൻ്റെ നടുക്ക്. വാട്ടർ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല കേട്ടോ. ജസ്റ്റ് മഴ നമ്മൾ എന്തിനടി ബട്ട് ദേ ആർ ഹാപ്പി ഇൻ ദാറ്റ് ലൈഫ് മോനെ. ശരിക്കും പറഞ്ഞാൽ കൊച്ചിനോട് ചോദിച്ചു, അമ്മ സാരാണോ, അമ്മയ്ക്ക് സങ്കടം വന്നു? സങ്കടമൊന്നുമല്ല, ഞാൻ അവരെക്കുറിച്ച് ഓർത്തത്. ഈ ലോകത്ത് ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ശരിക്കും രാത്രി ആയാലോ അല്ലേ? മൈ ഗോഡ്, എല്ലാത്തരം മൃഗങ്ങളും ഉണ്ട്. ബട്ട് ഇതെന്തിനാ ഗ്ലെയർ വരുന്നേക്കാ ഗ്ലാസ്സിൽ? ഫോറസ്റ്റിനകത്തൊരു വീട്. ആര് താമസിച്ചിരുന്ന വീടായിരിക്കും. അങ്ങനെ നമ്മൾ വനത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ വരുന്നുണ്ടായിരുന്നു. മഴ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണി സമയം ആയതേ ഉള്ളൂ. പക്ഷേ വനത്തിൽ കൂടെ പോകുമ്പോൾ നല്ല ഇരുട്ടാണ്. ഞാൻ പറഞ്ഞാൽ നല്ല ഭീകരത തോന്നും. എല്ലാത്തരം വന്യമൃഗങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അവരെ അതൊന്നും അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. സോ അവരുടെ പ്രൈവസീനെ മാനിച്ച് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ മുമ്പേ വീഡിയോയിൽ കാണിച്ചില്ല ഒരു കുഞ്ഞു വീടെന്നൊന്നും എന്നെ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് അവർ താമസിക്കുന്നത്, ഒരു സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ. പക്ഷെ അവിടെ അവരെ കാണാൻ വിസിറ്റേഴ്സും ആൾക്കാരൊക്കെ ചെല്ലാറുണ്ട്. ആ വണ്ടികളൊക്കെയാണ് നമ്മൾ താഴെ കണ്ടത്. വരുന്നവർക്കൊക്കെ അവർ കഞ്ഞിയും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കും. അതാണ് അവരുടെ ലൈഫ്. ബാക്കി സമയം മൊത്തം അവർ പ്രാർത്ഥിച്ച് അവർ ജീവിക്കുവാണ്. ആ 2 ബ്രദർമാർ, അവരോടത്തിൽ വേറെ കുറച്ച് ബ്രദേഴ്സൊക്കെ പ്രാർത്ഥിച്ച് രാവിലെ ചെന്ന് പ്രാർത്ഥിച്ച് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ച് പിന്നെ വൈകുന്നേരം തിരിച്ചു പോരുന്നവരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന 2 സന്യസ്തർ എന്ന് വേണമെങ്കിൽ പറയാം, 2 സന്യാസി മനുഷ്യർ. എനിവേ നമ്മൾ പോയി അവരെ കണ്ടു, നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു. ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ കാണുന്ന ജീവിതത്തിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈഫ്. എനിവേ അതൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നേരെ എവിടെയാണെന്ന് ചോദിച്ചാൽ പാഞ്ചാലിമേടാണ് പോയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് പാഞ്ചാലിമേട് ഒന്നും കാണാൻ പറ്റിയില്ല.
അമ്മാതിരി മഞ്ഞായിരുന്നു. മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയിട്ട് നമ്മുടെ കണ്ണെ കുത്തിയാൽ കാണാൻ മേലാത്ത അവസ്ഥയായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ മേലാത്ത വല്ലാത്തൊരു ക്ലൈമറ്റ്. അടിപൊളി ക്ലൈമറ്റ് എന്ന് പറയാം, പക്ഷേ വീഡിയോ എടുത്താൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ പാഞ്ചാലിമേട് നമ്മൾ കയറാൻ പോലും, കാരണം ഇതിനു മുമ്പ് പോയപ്പോഴും നമ്മൾ പാഞ്ചാലിമേട് പോയതുകൊണ്ട് നമ്മൾ ആ ജസ്റ്റ് പാഞ്ചാലിമേടിൻ്റെ ആ സ്പോട്ട് വരെ നിന്നു. അവിടെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ആ വൈബ് ഒന്ന് എൻജോയ് ചെയ്തു. അതിലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പാഞ്ചാലിമേട് കയറാൻ കുറേ നടക്കാനുണ്ട്. ഓൾറെഡി വനത്തിൽ കയറി വായിക്കാത്തൊന്ന് പത വന്നതുകൊണ്ട് അടുത്തൊരു പരീക്ഷണത്തിന് നമ്മൾ നിന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞോളൂ, നമ്മൾ പല പ്രാവശ്യവും പോയതായതുകൊണ്ടും മഞ്ഞ് കാരണം ഒന്നും കാണാൻ മേലാത്തത് കൊണ്ടും അതിന് നിൽക്കാതെ നമ്മൾ കുറേ അങ്ങ് കയറി അതുവഴിയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്നു കേട്ടോ. അത്രയൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചേ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വരാം എന്നൊക്കെ വിചാരിച്ചു. ആ വരവ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ, പിന്നെ നമ്മൾ വരത്തൊന്നും ഇല്ല കാര്യം. എന്നാലും ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ഫോറസ്റ്റിൽ കയറിയപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പോയത് നനഞ്ഞതുകൊണ്ട് എന്നെ കിടുകിട വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാനാണ് തോന്നിയത്. അതൊന്നുമല്ല, പിന്നെ എൻ്റെ മനസ്സിലുണ്ടല്ലോ കുട്ടിക്കാനം പോകണം, അവിടെ നിന്ന് ഒരു കോഫി കുടിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് പാഞ്ചാലിമേട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ന മണ്ടലോട്ട് പോകണം. അങ്ങ് ഒത്തിരി നടന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല സ്ഥലമാണ്. ഇവരെ പോയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പോകേണ്ട ഒരു പ്ലേസാണ് കേട്ടോ പാഞ്ചാലിമേട്. അടിപൊളി വൈബാണ്. പ്രത്യേകിച്ച് ഈ മൺസൂൺ സമയത്ത് പോകണം. നല്ല മഞ്ഞും നല്ല കോടയും ഇടയ്ക്ക് ചാറ്റൽ മഴയും. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എനിവേ ഞാൻ പറഞ്ഞ പോലെ മണ്ടലോട്ടൊന്നും കയറാതെ നമ്മൾ തിരിച്ച് കുട്ടിക്കാനം പിടിക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. വൈകുന്നേരം ആകുമ്പോൾ എനിക്കൊരു കാപ്പിയുടെ അസ്കിതയുണ്ട്. അപ്പോൾ ഒരു കോഫി കുടിക്കണം. അത് ആ കുട്ടിക്കാനത്ത് ഇരുട്ടാകുന്നതിന് മുമ്പ് പോയിട്ട് കോഫി കുടിച്ചിട്ടേ കാര്യമുള്ളൂ. കുട്ടിക്കാനത്തെ വൈബ് പിടിക്കണം. സന്ധ്യ ആകുന്നതിന് മുമ്പ് പോകണമെന്നേ. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിട്ടുപോയി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ പോലെ കുട്ടിക്കാനമാണല്ലോ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, പീരുമേടും പാഞ്ചാലിമേടും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കുട്ടിക്കാനം. ശരിക്കും ഈ പാഞ്ചാലിമേടിൽ ഇത്രയും തണുപ്പും ഫോഗും ഒക്കെ കണ്ടപ്പോൾ, അല്ലെ കോടയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടിക്കാനത്ത് മുടിഞ്ഞ തണുപ്പായിരിക്കും കേട്ടോ. കുട്ടിക്കാനത്ത് നമ്മൾ എപ്പോഴും ചെല്ലുമ്പം കോട കാണണമെന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ലക്ക. നമ്മൾ എന്നൊക്കെ പോയോ അന്നൊക്കെ ഇതേ കുട്ടിക്കാനത്ത് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കും. ഈ പ്രാവശ്യം വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വെറുതെ ആഗ്രഹിച്ചതേ ഉള്ളൂ, കോടയും മഞ്ഞും ഒന്നും ഇല്ലായിരുന്നു. എന്നാലും പോട്ടെ, സാരമില്ല. കുട്ടിക്കാനം വരെ ചെല്ലുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബാണല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് കുട്ടിക്കാനം ചെന്നു. അവിടെ ചെന്നപ്പോഴേ ജേഡുവിന് വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കോഫിയൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതുണ്ട്. നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മൾ കേക്ക് റോഡിൻ്റെ സൈഡിലിരുന്ന് നല്ല വൈബൊക്കെ പിടിക്കാം. നല്ല മഞ്ഞും കോടയുണ്ടെങ്കിൽ മഞ്ഞും കോടയൊക്കെ കണ്ടിരിക്കാം. എനിക്കതൊന്നും അല്ലായിരുന്നു. നല്ല അടിപൊളി ചൂട് കോഫി വന്നപ്പം ഞാൻ സെറ്റായി. സത്യം പറയണമല്ലോ, എനിക്ക് അവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും പ്രത്യേകിച്ച് കോഫി ലാറ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരിയെന്ന് പോയിച്ചു വരാം.